അദ്ദേഹം ആ ചെറുപ്പം മുതൽ ഇതിൽ കയറിയ അന്നേരം മുതൽ അങ്ങനെ ഈ പാർട്ടിയെ തന്നെ അദ്ദേഹം കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ്. പ്രായം പോലും മാനിക്കാതെ അദ്ദേഹം ഈ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് വലിയൊരു നഷ്ടമാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഒരു നേതാവ് ഉണ്ടാകത്തില്ല ഇനി. പാവങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് തന്നെ. പാവങ്ങളുടെ അധസ്ഥിത വിഭാഗത്തിൻ്റെ വേണ്ടി പോരാടിയ ഒരു സഖാവാണ് അദ്ദേഹം. തീരെ രക്തസാക്ഷിയായിരിക്കുകയാണ് അദ്ദേഹം. പാവങ്ങളുടെ പടത്തലവനാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട VS-ന്റെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും വലിയ ദുഃഖത്തിലാണ്. ആലപ്പുഴ പുന്നപ്രയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്. ഇപ്പോൾ വീട്ടിലും നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ അവസാനമായി യാത്രയാക്കുന്നതിന് വേണ്ടി നിരവധി സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആളുകളാണ് എത്തിച്ചേരുന്നത്. ഇപ്പോൾ നമുക്ക് VS-ന്റെ ഓർമ്മകളിൽ നാട്ടുകാരെന്താണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു. രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് എന്ത് പറഞ്ഞാൽ അത് ചെയ്യുമായിരുന്നു. പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ കുട്ടനാടിന് വേണ്ടിയിട്ട് ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. പാർട്ടിയിലേക്ക് മാറിയിട്ടുമില്ല. അദ്ദേഹം ആ ചെറുപ്പം മുതൽ ഇതിൽ കയറിയ അന്നേരം മുതൽ അങ്ങനെ ഈ പാർട്ടിയെ തന്നെ അദ്ദേഹം കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ്. അത് കണക്ക് തന്നെ പൊതുജനങ്ങൾക്ക് നല്ല അഭിപ്രായം അദ്ദേഹത്തെ. അതാണ് ഏറ്റവും വലിയ ഈ പുന്നപ്ര വയലാർ സമയത്തൊക്കെ അദ്ദേഹം അനുഭവിച്ച ദുരിതങ്ങൾ ഒരുപാടാണ്. നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഈ പുന്നപ്ര വയലാറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. നമ്മളന്ന് ജനിച്ചിട്ട് പോലും ഇല്ല. 1922 കാര്യം അത്. അതെ, പ്രായം പോലും മാനിക്കാതെ അദ്ദേഹം ഈ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരുടെ നിലയിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന് നല്ല പരിചയം. ഞങ്ങൾ അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയായ സമയത്തും പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും ഞങ്ങൾ അദ്ദേഹം നടക്കുമായിരുന്നു. 2 പോലീസുകാർ അപ്പുറം ഇദ്ദേഹം നടക്കുക. ഈ അദ്ദേഹത്തിന് വീണ്ടും ഇവിടുന്ന് വടക്കോട്ട് പറവൂർ സ്കൂൾ വരെ അദ്ദേഹം ഞങ്ങൾ നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾ സുപരിചിതനാണ് അദ്ദേഹത്തിന്. പക്ഷെ ഞങ്ങൾ തമ്മിൽ സംസാരം ഇല്ലല്ലോ. അദ്ദേഹം നമ്മുടെ ഒരു മാന്യ വ്യക്തിയാണ് DS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആരും നല്ല രീതിയിൽ തന്നെ സംസാരിക്കാറുള്ളൂ. അല്ലാതെ കൊച്ചുകുട്ടികളെ പോലും ഒന്നാമത്തെ കാര്യം കറപ്ഷൻ ഇല്ല. ഇതാണ് അദ്ദേഹത്തിന് പറഞ്ഞു ചെയ്തിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. VS-നെ ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. പക്ഷെ അദ്ദേഹം എല്ലാവർക്കും പ്രിയങ്കരനാണ്. ഇവിടുന്ന് അങ്ങോട്ട് മാറിയ പാടശേഖരമാണ്. അവിടെ പാവപ്പെട്ടവർ പണ്ടൊക്കെ ജോലി എടുത്താൽ പൈസ ഒക്കെ തീരെ കുറച്ചേ കൊടുക്കത്തുള്ളായിരുന്നു. കൊയ്താൽ നെല്ലിൻ്റെ കൂലി എന്ന് പറയുന്നത് കുറഞ്ഞ റേറ്റിലേ കൊടുക്കുകയുള്ളായിരുന്നു. ഇതിനൊക്കെ വേണ്ടിയിട്ടെല്ലാം പോരാടുകയും എല്ലാവർക്കും അവിടെയൊക്കെ ഉള്ളവർ സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തവരായിരുന്നു. അവർക്കൊക്കെ സ്വന്തമായ ഭൂമിയിൽ വീട് വെക്കാനായിട്ട് എല്ലാവർക്കും ഈ 10 സെൻറ്റ് കുടികിടപ്പ് കൊടുക്കാനും ഒക്കെയുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹം കാലയിലൊക്കെ ബയനറ്റ് കയറ്റി എന്നൊക്കെയല്ലേ പറയുന്നത്. ഒത്തിരി കഷ്ടപ്പെട്ട മനുഷ്യനാണ്. പാവങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് തന്നെ. ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? പാവങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും ഇവിടെ നമ്മുടെ നാട്ടിലായിട്ട് പോലും എല്ലാവർക്കും ദൂരെയുള്ളവർ പറയുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള മനുഷ്യനായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. ജനനായകൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വീരനായകൻ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒന്നും തന്നെ നമുക്ക് മറക്കാൻ പറ്റാതെ, ആരെയും പേടിക്കാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു ഇതുണ്ട്. വേറുള്ള എല്ലാ നായകന്മാരെ പോലെ അല്ല. നല്ല ആരെയും പേടിക്കാതെ എല്ലാം തുറന്ന് പറയാനുള്ള, അതാണ് ഏറ്റവും വലിയൊരു ചങ്കൂറ്റമുള്ളൊരു അതാ സമരഭൂമിയിലൊക്കെ അദ്ദേഹത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട്. അതെ അതെ. ഇപ്പം നമുക്ക് വലിയൊരു നഷ്ടമാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഒരു നേതാവ് ഉണ്ടാകത്തില്ല ഇനി.
അത് വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സ്ഥലത്ത്. അതെ, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടി നിന്ന തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് പാവങ്ങളുടെ പടത്തലവനായി നിന്ന ഒരു വ്യക്തിയാണ്. ഈ സമൂഹത്തിനും ഈ രാജ്യത്തിന് തന്നെ നഷ്ടമാണെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ വേർപാട്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞാനധികം ദുഃഖിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലൊരു സഖാവ് ഇനി ഉണ്ടാകണമെന്നും വരും തലമുറയ്ക്ക് ഒരു മാതൃകയായിരിക്കുമെന്നും അദ്ദേഹം ഒന്നും മനസ്സിലാക്കുന്നു. ഈ നാട്ടുകാരൻ കൂടിയാണ് താങ്കൾ. അദ്ദേഹം നാട്ടുകാർക്ക് തന്നെയല്ല, ഈ രാജ്യത്ത് തന്നെ പാവങ്ങളുടെ അധസ്ഥിത വിഭാഗത്തിൻ്റെ വേണ്ടി പോരാടിയ ഒരു സഖാവാണ് അദ്ദേഹം. തീരെ രക്തസാക്ഷിയായിരിക്കുകയാണ് അദ്ദേഹം. പാവങ്ങളുടെ പടത്തലവനാണ്. നാട്ടുകാരനായി VS നിങ്ങൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? VS കരകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. എപ്പോഴും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ടി കുടികൊണ്ട ഒരു നേതാവായിരുന്നു. അത് കരകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. തീരാ നഷ്ടം. അദ്ദേഹത്തിൻ്റെ വേർപാട് എല്ലാ ജനങ്ങൾക്കും തീരാ നഷ്ടമായിരിക്കും. അപ്പം അതുപോലെ തന്നെ എനിക്കും. ഇവിടെ വരാറൊക്കെ ഉണ്ടോ പണ്ടൊക്കെ? ഞാൻ ഇതിലെയൊക്കെ നടക്കാനൊക്കെ പോകുമായിരുന്നു നേരത്തെ. പുള്ളി പഠിച്ച സ്കൂളാണ് ഇവിടെ പനയക്കുളങ്ങര സ്കൂളെന്ന് പറയുന്നത്. അവിടെയാണ് പുള്ളിയുടെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നടന്നിട്ടുള്ളത്.